താങ്കൾ എന്തിനാണ് അടിച്ചത്? എന്തിനാണ് താങ്കൾ അടിച്ചിട്ടില്ലല്ലോ? കൺഫേം അല്ലേ? ഓക്കെ, പോയിക്കോളൂ കേട്ടോ. അതായത് ജനാധിപത്യം, നിയമവ്യവസ്ഥിതി, അതേപോലെ തന്നെ സത്യമേവ ചെയ്ത്. നമ്മൾ ഏത് പോലീസ് സ്റ്റേഷനിലും എഴുതി കണ്ടിട്ടുള്ള വാചകമാണ് സത്യമേവ ചെയ്ത്. ഇതിന് വിരുദ്ധമായിട്ടാണ് ആ പോലീസിൻ്റെ പ്രവർത്തനമെന്നാണ് ഞാൻ പറയാനുള്ളത്. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിരന്തരമായിട്ട്, അതായത് രാത്രി ട്രാവൽ ചെയ്യാൻ പറ്റാത്ത, കാലത്ത് ടിക്കറ്റുള്ള കണ്ണൂർ ട്രെയിൻ മാത്രമാണുള്ളത്, കാലത്താണുള്ളത്, രാത്രി ഇല്ല അത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ 3 മണിക്കാണ് ടിക്കറ്റ് കിട്ടുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് പ്ലാറ്റ്ഫോമിൻ്റെ പോലുമല്ല, അല്ലാത്തൊരു പ്ലേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്ന ആൾക്കാരെ തല്ലി ഓടിക്കുന്ന പോലീസിനെയാണ് കണ്ടത്. ആ പോലീസിനോട് നമ്മൾ ചോദിക്കുമ്പോൾ ആ പോലീസ് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ തല്ലിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തല്ലിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ പോലീസ് സ്റ്റേഷനിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള സത്യമേവ ജയതേ എന്ന് പറയുന്ന ആ ഒരു വാക്കിനോട് പോലും ഒരു രീതിയിലുള്ള കൂറില്ല. അതേപോലെ തന്നെ പൊതുജനത്തിന് അടിക്കുമ്പോൾ ജനങ്ങളുടെ ടാക്സ് കൊണ്ട് റണ്ണായിട്ട്, ജനങ്ങളുടെ ടാക്സ് കൊണ്ട് ഗവൺമെൻറ് റണ്ണായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥൻ അതേ ജനത്തിന് തന്നെ അതേ അതോറിറ്റിയുടെ സ്പേസിൽ വെച്ചിട്ട് തല്ലുമ്പോൾ ജനാധിപത്യ വ്യവസ്ഥിതിയോടോ നിയമ വ്യവസ്ഥിതിയോടോ ഒരു രീതിയിലും പ്രതിബദ്ധത ഇല്ലാത്ത പോലീസുകാരനാണ് ഇയാൾ. അതായത് ഇയാൾക്ക് ആ വേഷമിട്ട് നിൽക്കാനുള്ള യാതൊരു യോഗ്യതയും ഇല്ലാത്ത ഒരാളാണ്. വ്യക്തമായിട്ടുള്ള സാക്ഷി ഉണ്ടായിട്ടും അവിടെ റെയിൽവേയുടെ ക്യാമറയിൽ പതിഞ്ഞിട്ടും നുണ പറയുന്ന ആ ഒരു മനുഷ്യന് ആ പോലീസ് ഉദ്യോഗസ്ഥനാവാനുള്ള യോഗ്യതയില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റിലേറ്റഡ് വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ നമുക്കത് കാണാവുന്നതാണ്. അപ്പോൾ കണ്ട് അത് ബോധ്യപ്പെടാവുന്നതാണ്. മാക്സിമം ആൾക്കാരിലേക്ക് ഇങ്ങനെയുള്ള ഡീറ്റെയിൽ എത്തിക്കാൻ ശ്രമിക്കുക. കാരണം ഇതുപോലത്തുള്ള ക്രിമിനൽ ആക്ടിവിറ്റി ഉള്ള പോലീസുകാരെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കേണ്ടതാണ്. എല്ലാവരും ഇങ്ങനെയുള്ള പോലീസിൻ്റെ മുഖം വ്യക്തമായി കാണേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.